നമഃ ശിവായ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് സാളഗ്രാമം. സാളഗ്രാമത്തിൻ്റെ ഉപാസന. സാളഗ്രാമം ഉപാസിച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ. നേപ്പാളിൽ ഖണ്ഡകി നദിയിൽ വജ്രകീട, അതായത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന അട്ട, അതിന്മേൽ മുള്ളുകൾ വന്നാൽ എങ്ങനെയിരിക്കും, ആ ഒരു ആകൃതിയിലുള്ള അട്ടയാണ് വജ്രകീട എന്ന് പറയുന്നത്. അപ്പോൾ വജ്രകീടയുടെ ഫോസിൽ അവസ്ഥയാണ് സാളഗ്രാമം. വജ്രകീടയുടെ സമാധി ഏത് രീതിയിൽ, ഏത് ഷേപ്പിലാണോ അതേപോലെ ആയിരിക്കും ഫോസിൽ സാളഗ്രാമത്തിൻ്റെ ആകൃതി. അതിലെ ചിഹ്നങ്ങളും ചക്രങ്ങളും നമുക്ക് ദർശിക്കാനാവും. സമ്പൂർണമായിട്ടുള്ള സാളഗ്രാമങ്ങളിൽ ഇതേപോലത്തെ ചിഹ്നങ്ങളും ചക്രങ്ങളും നമുക്ക് കാണാം. ഇതിനനുസരിച്ചായിരിക്കും ഏത് തരത്തിലുള്ള സാളഗ്രാമങ്ങൾ, അതായത് ഏത് അവതാരങ്ങൾ, അതായത് സാളഗ്രാമത്തിന് ഓരോ പേരുകളുണ്ട്. മത്സ്യം, കൂർമ്മ സാളഗ്രാമങ്ങൾ, വരാഹ സാളഗ്രാമം, നരസിംഹ സാളഗ്രാമങ്ങൾ, അങ്ങനെ 108 പരം സാളഗ്രാമങ്ങൾ നമുക്ക് ദർശനയോഗ്യമാണ്. സാളഗ്രാമം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒട്ടുമിക്കവരും ഉപാസിക്കാൻ പേടിക്കുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. കാരണം ഇന്നത്തെ ബുദ്ധി സമൂഹങ്ങൾ, കിംവദന്തികൾ ജാസ്തിയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രീചക്രത്തെ പറ്റി പറഞ്ഞ പോലെ സാളഗ്രാമങ്ങൾ വീട്ടിൽ വെച്ചാൽ പലതരത്തിലുള്ള കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നുള്ള കിംവദന്തികൾ നാം കേൾക്കാറുണ്ട്. സ്കന്ദപുരാണത്തിലും ശിവപുരാണത്തിലും ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഉപാസനാ ക്രമങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ശിവൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചിട്ടുണ്ട്. പുരുഷൻ എത്രത്തോളം അധികാരമുണ്ടോ അത്രത്തോളം അധികാരം സ്ത്രീകൾക്കും സാളഗ്രാമം ഉപാസിക്കാനും ഉപചാരത്തിനും അധികാരമുണ്ട്. മാത്രമല്ല, സാളഗ്രാമ ഉപാസന എന്ന് പറഞ്ഞാൽ തികച്ചും സാധാരണക്കാരന് ചെയ്യാൻ ഉതകത്തിലാണ്. മന്ത്രങ്ങളോ മുദ്രകളോ ഒന്നും തന്നെ ആവശ്യമില്ല. സാളഗ്രാമം കലിയുഗത്തിൽ വളരെ ശക്തിയേറിയ ഉപാസന തത്വമാണ്. മാത്രവുമല്ല, കലിയുഗത്തിൽ ഭഗവാൻ സാളഗ്രാമ രൂപത്തിലാണ് നമുക്ക് ഉപാസനയ്ക്ക് വരുന്നത് തന്നെ. നമ്മുടെ പൂർണ്ണ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ വൃന്ദ മഹാവിഷ്ണുവിനെ ശിലയാകാൻ ശപിച്ചു. ആ ശിലയാണ് സാളഗ്രാമം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ കലിയുഗത്തിൽ ഭഗവാനെ നാം ഉപാസിക്കേണ്ടതും സാളഗ്രാമ രൂപത്തിലായിരിക്കും. ലക്ഷ്മി, തുളസി എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും. സാളഗ്രാമ പൂജ എവിടെ നടത്തുന്നു അവിടെ തുളസിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. സാളഗ്രാമത്തിന് നാം നിവേദ്യം സമർപ്പിക്കുമ്പോൾ നിവേദ്യത്തിൽ തുളസി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ ആ നിവേദ്യം സ്വീകരിക്കുകയുള്ളൂ. തികച്ചും സാധാരണ രീതിയിൽ ഉപാസിക്കേണ്ട ഒരു ക്രമമാണ് സാളഗ്രാമ ഉപാസന. ഒരു മന്ത്രത്തിൻ്റെയോ മുദ്രയുടെയോ ഒന്നും തന്നെ ആവശ്യമില്ല. സ്നാനാദി കർമ്മങ്ങൾ, ധൂപം, ദീപം, നൈവേദ്യം, ഇത്ര മാത്രം മതിയാവുന്ന തികച്ചും സാധാരണമായിട്ടുള്ള ഉപചാരക്രമമാണ് സാളഗ്രാമ ഉപാസന എന്ന് പറഞ്ഞാൽ. സാളഗ്രാമത്തെ അഭിഷേകം ചെയ്ത തീർത്ഥം സേവിക്കുന്നത് കൊണ്ട്, അതേപോലെ നാം അത് സ്നാനം ചെയ്യാൻ ഉപയോഗിക്കുമ്പോഴും വീടുകളിൽ എല്ലാവർക്കും തളിക്കുമ്പോഴും ഉണ്ടാവുന്ന ഒരു അപ്ഗ്രേഡ് നമുക്കെല്ലാവർക്കും ദർശിക്കാവുന്നതാണ്.
സുഖമില്ലാത്തവർക്ക് ദിവസവും സാളഗ്രാമ തീർത്ഥം സേവിക്കുന്നത് കൊണ്ട്, അതുപോലെ അവർ കുളിക്കുമ്പോൾ സാളഗ്രാമ തീർത്ഥം ഇട്ട ജലത്തിൽ കുളിക്കുന്നത് കൊണ്ട് അവരുടെ രോഗം ദിനം പ്രതി മാറുന്ന, അതേപോലെ പൂർണ്ണമായിട്ട് രോഗം വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാം. അത്രയ്ക്ക് മെഡിസിനൽ വാല്യൂ എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു കൺസെപ്റ്റാണ് സാളഗ്രാമം എന്ന് പറയുന്നത്. എന്നാൽ വജ്രകീട എന്ന് പറയുന്ന ആ ജീവി നമ്മുടെ കിങ് കോബ്ര അല്ലെങ്കിൽ മൂർഖൻ പാമ്പിൻ്റെ വിഷത്തെക്കാളും മൂർച്ഛമായുള്ള വിഷമാണ് വജ്രകീടയുടേത്. എന്നാൽ സാളഗ്രാമം, അതിൻ്റെ ഫോസിൽ സാളഗ്രാമ തീർത്ഥം കുടിക്കുന്നത് തീർത്തും നമ്മുടെ രോഗങ്ങൾ, മാനസികമായിട്ടുള്ളതോ ശാരീരികമായിട്ടുള്ള എന്തോ ആവട്ടെ, അതെല്ലാം പൂർണ്ണമായി ഭേദമാക്കാൻ സാളഗ്രാമ തീർത്ഥത്തിന് കഴിയും. അതേപോലെ വാസ്തുദോഷമുണ്ടെങ്കിൽ സാളഗ്രാമ തീർത്ഥം തളിക്കുന്നതും സാളഗ്രാമം ആ വീട്ടിൽ ഉപചാരം ചെയ്യുന്നതും കൂടി നമ്മുടെ വാസ്തുദോഷമോ നമ്മുടെ ഓരോ വ്യക്തികൾക്കുണ്ടാകുന്ന ദോഷമോ എല്ലാം പൂർണ്ണമായിട്ടും മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സാളഗ്രാമ സ്പർശന അല്ലെങ്കിൽ ദർശനം മാത്രമേ തന്നെ നമ്മുടെ എല്ലാ പാപങ്ങളും മാറുന്നു അല്ലെങ്കിൽ വിട്ടുപോകുന്നു ആ വ്യക്തിയിൽ നിന്ന് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാം. കാരണം സാളഗ്രാമ പൂജ ചെയ്താൽ നാം എത്തേണ്ടടുത്ത് എത്തിച്ചേരും എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഒരു വ്യക്തി സാളഗ്രാമ ഉപാസന ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ നെഗറ്റിവിറ്റി കൊണ്ട് ഒന്നും തന്നെ പ്രഹരിക്കാനാവില്ല. കാരണം ആ ഉപാസനയുടെ റേഡിയേഷൻ എപ്പോഴും ഒരു ഓറയായിട്ട് എപ്പോഴും ആ വ്യക്തിയുടെ ചുറ്റിനും ഉണ്ടാവും. നമ്മുടെ ശത്രുക്കൾ നമുക്ക് പ്രഹരിക്കുന്ന പല നെഗറ്റീവ് എനർജിയെയും ഡിഫ്യൂസ് ചെയ്യാനുള്ള ശക്തി സാളഗ്രാമങ്ങൾക്കുണ്ട്. നാം കാണാറുള്ള മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ എന്നുള്ള ഓരോ സാളഗ്രാമത്തിനും ഓരോ പ്രോപ്പർട്ടീസാണ്. ചിലത് നെഗറ്റീവ് എനർജിയെ ഡിഫ്യൂസ് ചെയ്യും, ചിലത് മനുഷ്യരുടെ ഭൂമി സംബന്ധമായിട്ടുള്ള, ധനസംബന്ധമായിട്ടുള്ള, അങ്ങനെ ഓരോ സാളഗ്രാമത്തിന് ഓരോ കൺസെപ്റ്റുണ്ട്, ഓരോ പ്രോപ്പർട്ടി ഉണ്ട്. കുട്ടികളില്ലാത്തവർക്ക്, കല്യാണം നടക്കാത്തവർക്ക്, അങ്ങനെ ഓരോന്ന്. കുട്ടികളില്ലാത്തവർക്കൊക്കെ സന്താനഗോപാലൻ അല്ലെങ്കിൽ ലഡ്ഡു ഗോപാൽ ഉപാസിച്ചാൽ അവർക്ക് കുട്ടികളുണ്ടാകുന്നു. ശത്രുക്കൾ ജാസ്തിയുള്ളവർക്കാണെങ്കിൽ വരാഹ സാളഗ്രാമം അല്ലെങ്കിൽ നരസിംഹ സാളഗ്രാമം ഉപാസിച്ചാൽ മതിയാകും. ചുമന്ന നിറത്തിലുള്ള സാളഗ്രാമങ്ങൾ നാം വീട്ടിൽ വെച്ച് ആരാധിക്കാറില്ല. അത് ഗൃഹസ്ഥർക്ക് ഒരിക്കലും ഉപാസിക്കാൻ പാടില്ല. കാരണം ഉഗ്ര നരസിംഹ സാളഗ്രാമങ്ങളായിരിക്കും അവ ഒട്ടുമിക്കതും. അത് മഠങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ മാത്രം ആചരിക്കുന്ന സാളഗ്രാമങ്ങളായിരിക്കും. നമ്മുടെ വീട്ടിൽ പൊതുവെ വെളുത്ത സാളഗ്രാമങ്ങൾ അല്ലെങ്കിൽ കറുത്ത രൂപത്തിലുള്ള സാളഗ്രാമങ്ങളായിരിക്കും വെച്ച് ഉപചാരം ചെയ്യാൻ ഉതകുന്നത്. ഒട്ടുമിക്കതും കറുപ്പ് നിറത്തിലുള്ള സാളഗ്രാമങ്ങളാണ് നമുക്ക് സുലഭമായിട്ട് വീട്ടിൽ വെച്ച് ആരാധിക്കാൻ പറ്റുന്ന സാളഗ്രാമങ്ങൾ. സാളഗ്രാമം ഉപാസിക്കുന്ന വ്യക്തിയുടെ കോൺഫിഡൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും മറ്റുള്ള വ്യക്തിക്ക് ആ ഉപാസകൻ്റെ കോൺഫിഡൻറ്റ് ഡൗൺ ആക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും സക്സസ്ഫുൾ ആവില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. കാരണം അത്രയ്ക്ക് കോസ്മിക് എനർജി ആ വ്യക്തിയിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഉപാസിക്കുന്ന വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് ഫോഴ്സ് പ്രയോഗിച്ചാൽ ആ കോസ്മിക് എനർജി ആ പ്രയോഗിക്കുന്ന വ്യക്തിയിൽ വിതിൻ ഡേയ്സ് റിഫ്ലക്റ്റ് കാണിക്കും, അതായത് റിയാക്ട് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശത്രുക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നെഗറ്റിവിറ്റിയിലേക്കാണ് കൂടുതൽ പോകുന്നതെങ്കിൽ
സാളഗ്രാമ ഉപാസന വളരെ ഫലം ചെയ്യുന്നതാണ്. അങ്ങനെ സാളഗ്രാമത്തെ പറ്റിയുള്ള പല നെഗറ്റിവിറ്റികളും നമുക്ക് കേൾക്കാൻ പറ്റും. അതായത് ശ്രീചക്ര ഉപാസനയെപ്പറ്റി ഞാൻ പറഞ്ഞ പോലെ സാളഗ്രാമം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മുടിഞ്ഞു പോകും, അല്ലെങ്കിൽ കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ വരും എന്നൊക്കെ പറയുന്നത്, അത് ഒട്ടുമിക്ക ഫ്രണ്ട്സിന് ഇവിടെ വന്ന എല്ലാവർക്കും അതിന് എക്സാമ്പിളാണ്. കാരണം അത് വെച്ചാൽ മാത്രമേ നമ്മുടെ എല്ലാ തരത്തിലുള്ള കഷ്ടതകൾ, അതേപോലെ നെഗറ്റിവിറ്റി എല്ലാം മാറുന്നത്. നിങ്ങൾ തിരുപ്പതിയിൽ അതേപോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കണ്ടാൽ അറിയാം, ആ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയത് തന്നെ ഇപ്പോൾ തിരുപ്പതിയിൽ അത് സ്വയംഭൂ സാളഗ്രാമ വിഗ്രഹമാണ്. എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടുത്തെ അനന്ത പത്മനാഭസ്വാമിയുടെ വിഗ്രഹം പൂർണ്ണമായിട്ടും സാളഗ്രാമത്താൽ നിർമ്മിതമാണ്. സാളഗ്രാമങ്ങൾക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പോസിറ്റീവ് എനർജിയെയും അബ്സോർബ് ചെയ്യാനും അത് നമ്മളിലേക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവ് സാളഗ്രാമത്തിനുണ്ട്. എങ്ങനെ ശ്രീചക്രം ചെയ്യുന്നു അതേ പ്രോപ്പർട്ടിയാണ് സാളഗ്രാമങ്ങളും ചെയ്യുന്നത്. എന്നാൽ ശ്രീചക്രം മാൻ മെയ്ഡാണ്, സാളഗ്രാമങ്ങൾ കോസ്മിക് മെയ്ഡാണ്. പ്രകൃതിയാൽ നിർമ്മിതമായിട്ടുള്ള സ്വയംഭൂ ശക്തിയാണ്, ശിലയാണ് സാളഗ്രാമങ്ങൾ. 1000 ശിവലിംഗങ്ങൾ പൂജിക്കുന്നതിന് പകരം അതിന് ഒരു സാളഗ്രാമം പൂജിച്ച ഫലമാണ് 1000 ശിവലിംഗങ്ങൾ പൂജിച്ചാൽ. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ശിലയാണ് സാളഗ്രാമ ശില എന്ന് പറയുന്നത്. ശിവനും വിഷ്ണുവും വെവ്വേറെയാണ് എന്നുള്ള തോന്നലുള്ളവർക്ക് സാളഗ്രാമം പൂജിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ശിവനും വിഷ്ണുവും ബ്രഹ്മാവും വേറെയല്ല, ഒന്നാണ്, അത് ശിവം എന്നുള്ള കൺസെപ്റ്റാണ് എന്നുള്ളത്. അമാനുഷികമായിട്ടുള്ള കഴിവുകൾ നമ്മളിൽ ഉണർത്തിയെടുക്കാനുള്ള കഴിവ് സാളഗ്രാമങ്ങൾക്കുണ്ട്. അത് ഉപാസിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ, നമ്മുടെ ജീവിതം തന്നെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാം. മദ്യപാനവും അതുപോലെ മറ്റുള്ള നെഗറ്റീവ് ഉള്ള ഒരു വ്യക്തി സാളഗ്രാമം ഉപാസിക്കാൻ തുടങ്ങിയാൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എല്ലാ നെഗറ്റിവിറ്റിയും, അതായത് മദ്യപാനം, പുകവലി എല്ലാം ആ വ്യക്തികളിൽ നിന്നും ആ ദുശീലങ്ങൾ മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു വീട്ടിൽ എത്രത്തോളം വൈബ്രേഷൻ, കോസ്മിക് വൈബ്രേഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തന്നെ അതിൻ്റെ ആ വൈബ്രേഷൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഏതൊരു രോഗിയെയും രോഗാവസ്ഥയിൽ നിന്നും മുക്തമാക്കാനുള്ള കഴിവ് ആ കോസ്മിക് എനർജിക്കുണ്ട്. ശ്രീചക്രവും സാളഗ്രാമങ്ങളൊക്കെ ഉള്ളപ്പോൾ ആ വ്യക്തിയുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വ്യക്തി, അതായത് കുടുംബത്തിൽ ഇങ്ങനത്തെ നെഗറ്റിവിറ്റി ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾക്കിവിടെ വന്നാൽ അത് മനസ്സിലാകും. കാരണം സാളഗ്രാമത്തിൻ്റെ റേഡിയേഷൻ അത്രയ്ക്ക് പവർഫുള്ളാണ്. എത്ര വലിയ ബാധയാണെങ്കിൽ തന്നെയും കൂടുതൽ സ്റ്റിക്ക് ആകാതെ പെട്ടെന്ന് തന്നെ ആ വ്യക്തിയിൽ നിന്നും ഡിസപ്പിയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അനുഭവം ഉണ്ടാവുമെന്ന്. ഇവിടെ വന്ന എല്ലാവർക്കും അത് അനുഭവിക്കാനും കഴിയും. കാരണം ഇതിൻ്റെ റേഡിയേഷന് നമ്മുടെ ഓരോ വീട്ടിലും ആവശ്യമായിട്ടുള്ള ഒരു തത്വമാണ് സാളഗ്രാമം അല്ലെങ്കിൽ ശ്രീചക്രം, ഇതിലേതെങ്കിലും ഒന്ന്. കാരണം ഓരോ വ്യക്തി, ഇന്നത്തെ നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നെഗറ്റിവിറ്റിയുടെ ഒരു മഹാസാഗരം തന്നെയാണ് നമ്മുടെ ചുറ്റും. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാനോ നമുക്ക് കഴിവുണ്ടാവില്ല. അപ്പോൾ ഉപാസന കറക്റ്റാണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റിയെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കോസ്മിക് സ്റ്റോൺ, അതായത് സാളഗ്രാമങ്ങളാണ് ഉപാസിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയെ ബ്ലോക്ക് ഡിസപ്പോർട്ട് ചെയ്യാനും ഡിഫ്യൂസ് ചെയ്യാനും ഉള്ള കഴിവ് ഈ സാളഗ്രാമങ്ങൾക്കുണ്ട്. നാം എന്തിനും കളിച്ചോ, സാളഗ്രാമത്തെ തൊട്ട് മാത്രം കളിക്കരുത് എന്ന് പറയുന്നതും അതാണ്. കാരണം ഒരു നെഗറ്റീവ് വന്നാൽ
അത് ഡബിളായിട്ട് തിരിച്ച് ഏൽക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സാളഗ്രാമം ഉപാസിക്കുന്ന ഒരു വ്യക്തിയെ നാം സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റി ആ വ്യക്തിയിൽ പ്രയോഗിച്ചാൽ അതിൻ്റെ 10 ഇരട്ടി നമുക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം ആ വ്യക്തി ചെയ്യുന്നത് കോസ്മിക് ലവറാണ്, സാളഗ്രാമ ഉപാസകനാണ്. മാത്രവുമല്ല, സാളഗ്രാമങ്ങൾ ഒരു വ്യക്തിയിൽ വരണമെങ്കിൽ അത് സ്വയം ഭഗവാൻ തന്നെ, ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അത് നമുക്ക് ഉപാസിക്കാൻ ഒക്കൂ. സാളഗ്രാമങ്ങൾ കാശ് കൊടുത്ത് വാങ്ങാൻ പാടില്ല. അത് സ്വയം ഭഗവാൻ തന്നെ നിർണയിക്കണം ഏത് വ്യക്തിയുടെ കൂടെയാണ് വാഴണം എന്നുള്ളത്. എത്ര കാശുണ്ടായിക്കോട്ടെ, സാളഗ്രാമങ്ങൾ നമ്മുടെ അടുത്ത് വരില്ല. എന്തെന്നാൽ സ്വയം ഭഗവാന് ക്ലാരിഫിക്കേഷൻ, ഐഡൻറ്റിഫിക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ആ വ്യക്തി പ്യൂരിറ്റി ഉണ്ട് എന്നാൽ മാത്രമേ സാളഗ്രാമങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. ഇപ്പോൾ നമുക്ക് ശ്രീചക്രം നമുക്ക് വാങ്ങാൻ പറ്റും, അത് ഏത് രീതിയിലും നമുക്ക് ഏത് സിറ്റുവേഷനിലും ഉപാസിക്കാം. പക്ഷേ സാളഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സ്വയം കോസ്മിക്കാണ്. ആ കോസ്മിക് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അത് ഉപാസിക്കണമെങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിക്കാണ് നാം നെഗറ്റിവിറ്റി പ്രയോഗിക്കണമെങ്കിൽ അത് സ്വയം ഭഗവാനാണ്, ഭഗവാനെയാണ് നെഗറ്റിവിറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏൽക്കുന്നത്, പ്രഹരിക്കുന്നത് എന്നുള്ളത് കൂടി ഈ മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കൾ ആലോചിക്കണം. കാരണം സ്വയം കോസ്മിക്കാണ് അവിടെ. ആ വ്യക്തി ദുർബലനാണെങ്കിലും കോസ്മിക് എനർജി ദുർബലമല്ല. കാരണം കോസ്മിക് എനർജിക്ക് സമയങ്ങൾ വേണ്ട, പക്ഷെ ഒരു വ്യക്തിക്ക് സമയങ്ങൾ വേണ്ടി വരും. നാം കാണുന്നില്ലേ, കോട്ടയത്തും ആലുവ ആ കാണുന്ന കഴിഞ്ഞ ഇടയിൽ നമുക്ക് പ്രളയം ബാധിച്ചത്. അതായത് മനുഷ്യൻ കരുതുന്നത് അവനാണ് എല്ലാം എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷെ കോസ്മിക്കിന് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. കോസ്മിക്കിന് അത് ബാലൻസ് ചെയ്യാനാകില്ല എങ്കിൽ അത് ബാലൻസ് ചെയ്യേണ്ടി വരും. ആ ചെയ്യേണ്ട ഒരവസ്ഥയാണ് നാം ഈ കണ്ട പ്രളയം. അപ്പോൾ അവിടെ കോസ്മിക്കിന് ഒരു സെക്കൻഡ് മതി എല്ലാം ബാലൻസ് ചെയ്യാൻ. അതേപോലെയാണ് സാളഗ്രാമങ്ങൾ. അവിടെ നിയമങ്ങളില്ല, ഒരു പ്രത്യേക രീതിയിലുള്ള ഉപചാര നിയമങ്ങളല്ല അവിടെ വേണ്ടത്. തികച്ചും ശുദ്ധമായുള്ള ഒരു വ്യക്തിത്വം, സ്നേഹവും സമാധാനത്തോടുകൂടി, പൂർണ്ണ ശ്രദ്ധയോടുകൂടി, വാത്സല്യത്തോടുകൂടി ചെയ്യേണ്ട ഒരു ഉപാസന. അതൊരു സാധാരണക്കാരന് വരെ അത് ചെയ്യാം. മന്ത്രങ്ങളുടെ ആവശ്യം തന്നെയില്ല. ഓം നമ ശിവായ ചൊല്ലാൻ അറിയാമോ, അല്ലെങ്കിൽ ഓം നമോ നാരായണ, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ, ഇതിലേതെങ്കിലും മന്ത്രം ഉപാസിച്ചാൽ മതി സാളഗ്രാമം ഉപാസിക്കാൻ. ഒന്നോർക്കണം, സാളഗ്രാമം നമ്മൾ എന്നൊക്കെ ഉപാസിക്കുന്നു അവിടെ തുളസിയുടെ സാന്നിധ്യം ഉണ്ടാവണം. സാളഗ്രാമത്തിൻ്റെ മേൽ തുളസി വീണാൽ മാത്രമേ ആ ഉപാസനയ്ക്ക് പൂർണ്ണതയേകൂ. ഇത് മാത്രം നമ്മൾ ഓർമ്മയിരുന്നാൽ മതി. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ താഴെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്പറും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഇൻ കേസ് ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാം വോയിസ് മെസ്സേജായിട്ട്. അത് ഞാൻ അതിൻ്റെ റിപ്ലൈ തരാവുന്നതാണ്. ഡേ ടൈമിൽ വിളിച്ചാൽ ഞാൻ, നിങ്ങൾക്കറിയാം, അത് സൈലൻറ്റ് മോഡിലായിരിക്കും. കാരണം ഇവിടെ വരുന്ന പല തരത്തിലുള്ള, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളതോ എന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിരിക്കും വരുന്നത്. അപ്പോൾ
ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അറിയാം, ഇവിടെ ബിസിനസ് അല്ല നടക്കുന്നത്. മറിച്ച് ശിവതത്വം, ഓം നമ ശിവായ എന്ന് ജപിച്ചാൽ എന്തൊക്കെ ഒരു ജീവിതത്തിൽ, നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നുള്ളത് അതായത് ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു ബിസിനസ്സോ അല്ലെ കാശിന് വേണ്ടിയുള്ളതോ ആയിട്ടുള്ള ഒന്നുമല്ല. കാരണം ഇന്ന് ഒട്ടുമിക്കയിടത്തും നടക്കുന്നത് ഒരു ബിസിനസ്സാണ്, ഡിവൈൻ ബിസിനസ് എന്ന് പറയും. ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ബിസിനസ് അല്ല എന്നും. എൻ്റെ ഒരു കൺസെപ്റ്റ്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അതായത് എൻ്റെ ചക്രങ്ങളുടെ അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ, ഇതെല്ലാം ഉതകുന്ന രീതിയിൽ ഇനിയും മുമ്പോട്ട് പോകാൻ, അതേപോലെ നല്ല അറിവുകൾ, ഭഗവാനെ തൊട്ടുള്ള ആ ഒരു സഞ്ചാരം, നമ്മുടെ മുൻ തലമുറക്കാർ നമുക്ക് പകർന്നു നൽകാത്ത സനാതനധർമ്മത്തിൻ്റെ ഓരോ അറിവുകൾ എൻ്റെ ചക്രങ്ങൾ നിമിത്തം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും, അതേപോലെ നമുക്ക് അന്യമായി എന്ന് കരുതിയ എല്ലാ ജ്ഞാനങ്ങളും സിദ്ധികളും അത് തിരിച്ചു കൊണ്ടുവരാനുമുള്ള ശ്രമം, അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ ഇനിയും മുമ്പോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹവും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണേ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ.